എല്ലാം നല്ല എനർജറ്റിക് ആയിട്ടുള്ള സോങ്സ് ആണോ കൂടുതലും? അതെ അതെ, അങ്ങനത്തെ സോങ്സാണ് കൂടുതൽ കിട്ടിയേക്കുന്നത്. മലയാളത്തിൽ ഇപ്പൊ ഫസ്റ്റ് ഷാനിക്കയാണ് എന്റെ പാടി, ഷാൻ റഹ്മാൻ ഗോദയില്. അപ്പൊ ആ ഒരു സ്റ്റൈൽ അത് ഇതേപോലെ സുഖ്വിന്ദർ സിംഗ് പാടുന്ന പോലെ ആരെങ്കിലും പാടുന്നുണ്ടോ എന്ന്, അതെ ആ ഒരു പാട്ടിനുള്ള ഇതായിരുന്നു. അപ്പൊ അതിനൊരു ഇതിട്ടുണ്ടായിരുന്നു FB യിലൊക്കെ ഉണ്ടായിരുന്നു, ഫുൾ സോഷ്യൽ മീഡിയയില് പരസ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാം കഴിഞ്ഞ് ഞാൻ ഷാനിക്കാനെ വിളിച്ചു, ഡയറക്റ്റ് വിളിച്ചപ്പോ ഷാനിക്ക് പറഞ്ഞു സിയ ഒരു കാര്യം ചെയ്യ്, ഡെമോ അയച്ചാൽ മതി, ഞാൻ കേട്ടോളാം. അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ ഡെമോ ഒന്നുമില്ല, ഞാൻ വേണമെങ്കിൽ ഇപ്പൊ പാടിത്തരാന്ന് പറഞ്ഞു. എന്നാ നീ രണ്ടുപേരും വേഗം പാടാൻ പറഞ്ഞു. അങ്ങനെ പാടിയപ്പോഴത്തേക്കും നീ ഒരു കാര്യം ചെയ്യ്, നീ ഇപ്പൊ എവിടെ ഉള്ളത്, ഓട്ടോറിക്ഷ ടാക്സി എന്താ വിളിച്ചിട്ട് വേഗം സ്റ്റുഡിയോയിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെയാണ് ആ പാട്ട് പാടിയത്. കണ്ടാലോ പ്രിയങ്കരിയ പെണ്ണ് പ്രിയങ്കരിയ അയ്യോ അടുത്തു വന്നാൽ മുട്ടനിടിയിടിയ ഓ നെഞ്ചിൽ പെടയാണേ ഇത്രയും എനർജറ്റിക് ആയിട്ട് പാടണമെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു സാധന വേണം. വോയിസിന് ഭയങ്കര സ്ട്രെങ്ത്, അത്രയും സ്ട്രെങ്ത് കൊടുത്തിട്ടാണ് ഇപ്പൊ പാടുന്നത്. എനിക്കറിയാം ഇവിടുന്നല്ല, ഇറ്റ്സ് കമ്മിങ് ഫ്രം ഹിയർ എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പാടുന്ന സമയത്ത് തന്നെ. അപ്പൊ അതിനുള്ളൊരു സാധനയും കാര്യങ്ങളൊക്കെ എവിടുന്നായിരുന്നു? ഞാൻ കവാലി സൂഫിയൊക്കെ പഠിക്കുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എനിക്കൊരു കവാലി ഗ്രൂപ്പ് ഉണ്ട് കേരളത്തില്, ആദ്യത്തെ ഫസ്റ്റ് കവാലി ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഞങ്ങളൊരു 10 മെമ്പേഴ്സ് ഉണ്ട്. എന്റെ കൂടെ സിംഗേഴ്സും ഓർക്കസ്ട്രേഷനും എല്ലാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ എവിടെ പെർഫോമൻസസ് എവിടെ? അതായത് അത് നോർത്ത് ഇന്ത്യ ആണ് കൂടുതൽ ഞങ്ങൾക്ക് ഷോസ് വരുന്നത്, കവാലി എല്ലാം വരുന്നത്. ഈ കവാലി സംഗീതത്തിന്റെ പ്രത്യേകത എന്താ? ഇപ്പൊ രണ്ടും പഠിച്ചിട്ടുള്ള ആളായതുകൊണ്ട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ളത്? അതെങ്ങനെ പറയാം, പാടി പറഞ്ഞാ മതി. കവാലി ഒരെണ്ണം പാടിക്കോളൂ. ഹക്കല്ലാ നൂറല്ലാ യാ അല്ലാ ഹുവല്ലാ ഹോ ഹക്കല്ലാ നൂറല്ലാ യാ അല്ലാ ഹുവല്ലാ. നമിച്ചു. ഓക്കെ, ഇതിപ്പോ കവാലി ശൈലി. ഇനിയപ്പോ ഒരു സൂഫി കേൾക്കാനുള്ള ഒരു മൂഡ് വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ തന്നെ പാടിയിട്ടുള്ള ബിടെക് മൂവിയിലെ ആസിഫ് അലിക്കാട പടത്തിലെ സോങ് ആണ്. രാഹുൽ രാജ് ആണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. മാലിക്കുൽ മുൽക്ക് ലാ ശരീക ലഹു വഹ്ദഹു ലാ ഇലാഹ ഇല്ലാ